ഉമ്മൻചാണ്ടിയുടെ ഒന്നാം സ്മൃതിദിനത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഒരേയൊരു മറുപടിയേ ഉള്ളൂ: ബിനീഷ് കോടിയേരി. CPM സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടിയുടെ സ്മൃതിദിനത്തിൽ പുതുപ്പള്ളി പള്ളിയിലെത്തി കല്ലറയിൽ തൊഴുത് ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി എന്നുള്ളത് നൽകുന്നത് വലിയ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിൻ്റെ നേതാവായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് അടിയുറച്ച് വ്യക്തമാക്കുകയാണ് ഇത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നേതാവ്, അതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് എന്നും രാഷ്ട്രീയ കേരളം നൽകിയ വിശേഷണം. അത് അക്ഷരം പ്രതി ശരിവെക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി. ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബിനീഷ് കോടിയേരിക്ക് അത് തുറന്നു പറയാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. താൻ ജയിലിൽ കിടന്നപ്പോൾ വിളിച്ച് ആശ്വസിപ്പിച്ച ഏക നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നുവെന്ന് ബിനീഷ് വ്യക്തമാക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം വളരെ വ്യക്തം. പാർട്ടി ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ ഒരു നേതാവും അദ്ദേഹത്തെ വിളിച്ചില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ മറന്നപ്പോഴും ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ വ്യക്തമാക്കുന്നത്. തൻ്റെ പിതാവും ഉമ്മൻചാണ്ടിയും കേരളത്തിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ട നേതാവായിരുന്നു എന്നുകൂടി ബിനീഷ് പറഞ്ഞു വെക്കുമ്പോൾ അത് എവിടെയാണ് കൊള്ളുന്നതെന്ന് വളരെ വ്യക്തം. വേട്ടയാടപ്പെട്ടപ്പോഴെല്ലാം ചേർത്തു പിടിച്ച നേതാവ്, വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരോടും സൗഹൃദത്തോടെ പുഞ്ചിരിയോടെ ഇടപെടുന്ന നേതാവ്, ഇതൊക്കെയാണ് തൻ്റെ പിതാവിലും ഉമ്മൻചാണ്ടിയിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി കാണുന്ന സമാനതകൾ. അത്തരം സമാനതകളാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികത്തിൽ പുതുപ്പള്ളി പള്ളിയിലെത്താനും ചടങ്ങിൽ പങ്കെടുക്കാനും ബിനീഷ് കോടിയേരിയെ പ്രേരിപ്പിച്ചത്.